Hi friends, welcome to our channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബഡ്സ് കൊണ്ട് നമുക്ക് എങ്ങനെ സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബഡ്സോ അല്ലെങ്കിൽ നമ്മുടെ ഈ മസ്കാരയിലൊക്കെ എന്താ ഐ ഷാഡൊക്കെ ഇടുന്ന ഒരു സ്പഞ്ച് പോലത്തെ സാധനമില്ലേ, അതിനെ കൊണ്ട് എങ്ങനെ നമുക്ക് സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്യാം, ജസ്റ്റ് ടു ഐറ്റംസിനെ കൊണ്ട് എങ്ങനെ നമുക്കൊരു സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പറയുന്നത് നമുക്ക് അപ്പോൾ ഞാനിവിടെ ഫേസ് സ്കാനഡിയുടെ കാജലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് റഫായിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുക, രണ്ട് കണ്ണിൻ്റെ മുകളിലും. നല്ല ക്ലിയർ ആയിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക, അത്ര വേണ്ടു. അപ്പോൾ ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം മുകളിലും അതുപോലെ തന്നെ നമ്മൾ താഴെ 3/4, അതായത് കോർണറിൽ മാത്രമാണ് വരയ്ക്കുന്നത്, ഫുള്ളായിട്ട് വരയ്ക്കുന്നില്ല. ഇത് സ്മോക്കി ഐസ് ആണല്ലോ, അപ്പോൾ ഫുള്ളായിട്ട് അത് വേണ്ട. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് കോർണറിൽ മാത്രം വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്പഞ്ച് വരത്തില്ലേ, ഇതിലെല്ലാം കിട്ടുന്നത്, അത് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇയർബഡ്സോ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടും ചെയ്യാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നീ വരയ്ക്കുമ്പോൾ ഈ കോർണറിലേക്ക് വരയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ കണ്ണിൻ്റെ നടുവിലായിട്ട് വരച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പം അത് കോർണറിലേക്കും ആക്കി കൊടുക്കുക, അത്രമാത്രം. അപ്പോൾ താഴെയും അതുപോലെ തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഒന്ന് റഫായിട്ട് വരച്ചത് നന്നായിട്ട് ബ്ലെൻഡായിട്ട് നല്ല പോലെ സ്മഡ്ജ് ആയിട്ടുണ്ട്. ഈ ഫേസ് സ്കാനഡിൻ്റെ സ്റ്റിക്ക് നന്നായിട്ട് ക്രീമി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ആകുന്നുണ്ട്. നന്നായിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, താഴെയും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്നുകൂടി നമ്മുടെ ഗ്രീസ് ലൈൻ വരത്തില്ലേ, ആ ഒരു മടക്ക്, അവിടം വരെ നമ്മൾ ഈ കാജൽ കൊണ്ട് വരച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് റഫായിട്ട് അതുപോലെ തന്നെ സൈഡിലേക്ക് വരക്കേണ്ട, മുകളിൽ മാത്രം വരച്ചു കൊടുക്കുക, കോർണറിലേക്ക് വരക്കാതിരിക്കുക. ഓക്കെ, അതിനുശേഷം നന്നായിട്ട് പിന്നെയും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ പെർഫെക്ഷൻ വരത്തില്ല, അതുകൊണ്ടാണ്. അത് കണ്ണിൻ്റെ കോർണറിലേക്കും ഇതുകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ബഡ്സ് ഉണ്ടെങ്കിൽ ബഡ്സിനെ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, കയ്യിനെ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല, അതുകൊണ്ടാണ്. നന്നായിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് കോർണറിലേക്കും ഇതുകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കണ്ടോ, നെക്സ്റ്റ് വന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മസ്കാര ഇട്ട് കൊടുക്കാം, ആ ഒരു ഫിനിഷിംഗ് ലുക്കിന് വേണ്ടിയിട്ടാണ്. മെബ്ലിനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമുക്കൊരു ഗിൽട്ടറി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹുഡ ബ്യൂട്ടിയുടെ ആ ഒരു ബ്ലാക്ക് കളർ കുറച്ച് ഗിൽട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്.
കൈ കൊണ്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മുകളിൽ മാത്രം, ഫുള്ള് ചെയ്യുന്നില്ല. ആ ഒരു പൊന്തിക്കിടക്കുന്ന ആ ഒരു ഭാഗത്ത് മാത്രം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നല്ലൊരു വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.